നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ 4 പ്രത്യേക ഇക്കണോമിക് സോണുകൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര നിക്ഷേപകർക്ക് പുതിയ അവസരങ്ങൾ തുറക്കുകയാണ് ലക്ഷ്യം. റിയാദ്, ജിസാൻ, റസാൽ ഖൈർ, ജിദ്ദ, കിങ് അബ്ദുള്ള ഇക്കണോമിക് സിറ്റി എന്നിവിടങ്ങളിലായിരിക്കും പുതിയ ഇക്കണോമിക് സോണുകൾ തുടങ്ങുന്നത്. ലോകത്തെമ്പാടുമുള്ള നിക്ഷേപകരെ സൗദി അറേബ്യ വാഗ്ദാനം ചെയ്യുന്ന അവസരങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണെന്ന് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പറഞ്ഞു. ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പുതിയ സാമ്പത്തിക മേഖലകൾ രാജ്യത്തെ ബിസിനസ്സിൽ നിർണായകമാകുമെന്നും 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും സൗദിയുടെ മൊത്തം ആഭ്യന്തരോൽപാദനത്തിൽ ബില്യൺ കണക്കിന് റിയാൽ സംഭാവന ചെയ്യുമെന്നും കിരീടാവകാശി പറഞ്ഞു. രാജ്യത്തെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന സോണുകൾ വഴി പുതിയ ബിസിനസ് ഹബ്ബുകൾ സൃഷ്ടിക്കാനും കമ്പനികളും സാങ്കേതിക വിദ്യകളും വികസിപ്പിക്കാനും സാധിക്കും. ഇറക്കുമതി ചുങ്കത്തിൽ ഇളവ് നൽകിയും കുറഞ്ഞ കോർപ്പറേറ്റ് ടാക്സ് മാത്രം ഈടാക്കിയും 100% വിദേശ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ അനുവദിച്ചുമായിരിക്കും പ്രത്യേക സാമ്പത്തിക മേഖലകൾ തുടങ്ങുന്നത്. സൗദി അറേബ്യയിലെ നിക്ഷേപകർ ബിസിനസ് റെക്കോർഡുകൾ കൃത്യമായി സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സക്കാത്ത് ആൻഡ് ടാക്സ് അതോറിറ്റിയുടെ പരിശോധനകൾക്ക് മുന്നോടിയായി രേഖകൾ കൃത്യമായിരിക്കണമെന്നും രേഖകൾ ശരിയായ രീതിയിൽ സൂക്ഷിക്കാത്തവർക്ക് പിഴ ഈടാക്കുമെന്നും ഈ രംഗത്തുള്ളവർ പറയുന്നു. ബിനാമി ബിസിനസ് അവസാനിപ്പിച്ച് കീഴടങ്ങിയവരിൽ പലരും ഇപ്പോൾ സൗദിയിൽ നിക്ഷേപകരായിരിക്കുകയാണ്. 100 മലയാളികളും ഇതിലുണ്ട്. നിക്ഷേപകരായവർക്ക് നിരവധി അവസരങ്ങളും സാധ്യതകളും സഹായവും ലഭിക്കും. നിക്ഷേപകരായവർക്ക് സ്പോൺസർ വേണ്ട, എല്ലാം സ്വന്തം നിലയ്ക്ക് തന്നെ ചെയ്യാവുന്നതാണ്. പക്ഷേ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നും മനസ്സിലാക്കണം. നിക്ഷേപകരായവർ രേഖകളെല്ലാം കൃത്യമായി സൂക്ഷിക്കണം. ലഭിക്കുന്ന ആനുകൂല്യങ്ങളിലും ബോധ്യം വേണം. ഇനിയും നിക്ഷേപകരാകാൻ സൗദിയിൽ അവസരമുണ്ട്. ഇനി മുതൽ അപേക്ഷ നൽകുന്നവർ നിക്ഷേപ ലൈസൻസുകൾ നേടുന്നതിനുള്ള സാധാരണ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടി വരും. സ്വന്തം നിലയ്ക്കോ സൗദി പൗരനുമായി പങ്കാളിത്ത വ്യവസ്ഥയിലോ ബിസിനസ് നടത്തുവാനും അവസരങ്ങളുണ്ട്. ചിലർ നിലവിലെ സ്പോൺസറെ പാർട്ട്ണറാക്കിയാണ് ബിനാമി ബിസിനസ് അവസാനിപ്പിച്ചത്. നിക്ഷേപ മന്ത്രാലയത്തിന് കീഴിലെ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നാണ് കൺസൾട്ടൻസികളും ഓർമ്മപ്പെടുത്തുന്നത്. കൂടുതൽ വാർത്തകൾക്കായി പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ.